ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് കേരള PSC പരീക്ഷകളിൽ SCERT ക്ലാസ്സുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമേ ഞാൻ പറയുകയാണ്, നമ്മുടെ 6ാം ക്ലാസ്സിലെ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ക്ലാസ്സാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ക്ലാസ് കൊണ്ട് തീരില്ല. കാര്യം എന്താ മക്കളെ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. 6ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 6ാം ക്ലാസ് ഒന്നും ആരും ഞെട്ടി വിളിക്കേണ്ട. കാര്യം ഏറ്റവും റീസെൻ്റായിട്ട് വരുന്ന പല ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിൽ പോലും നമുക്ക് ഇതേപോലെ SCERT പാഠപുസ്തകത്തിനുള്ള പോയിന്റ്സ് പിൻ പോയിന്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടുവരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈച്ച് ആൻഡ് എവരി ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ നമ്മുടെ കോഴ്സിൽ കയറി ഈ ക്ലാസ് പഠിക്കണം, നിങ്ങളൊരു ടോപ്പിക്കിൻ്റെ ക്ലാസ് പഠിക്കുകയാണെങ്കിൽ SCERT പോയിന്റ്സ് എല്ലാം എവിടെ ക്ലാസ്സിൽ കവർ ആകും. അതേസമയം അത് SCERT അതേപോലെ പഠിക്കണം, അതേപോലെ നമുക്ക് ആ പുസ്തകത്തിൽ പറയുന്ന പോലെ പഠിച്ചിരിക്കണം എന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി പ്രധാനമായിട്ട് എടുത്ത് പറയുമ്പോഴേ നമ്മുടെ ഇപ്പോഴത്തെ LGS പരീക്ഷ, LPP പരീക്ഷ ഏതോ ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും അതൊരു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് SCERT പറയുന്നതെന്ന് നോക്കി പഠിച്ചു നോക്കാം. അതിനോടൊപ്പം മറ്റൊരു ഗുണം കൂടി ഉണ്ട്. എന്താ, നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, കാരണം നമ്മുടെ ശരീരത്തിൻ്റെ കാര്യം പറയുന്നത് അല്ലേ. പലർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ ഇല്ല എന്നുള്ള കാര്യം കൂടിയാണ്. നിങ്ങളൊരു കുഞ്ഞിനെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കുഞ്ഞിന് കൊടുക്കണം, എന്ത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെ കൊടുക്കണം, പോട്ടെ നമുക്ക് തന്നെ നമ്മുടെ ന്യൂട്രീഷൻ എങ്ങനെയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായൊരു അവബോധം ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. കാര്യം നമുക്ക് ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളും എക്സ്ട്രാ കുറച്ച് ഫാക്ടർ പറഞ്ഞായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കൃത്യമായി 2 പ്രധാനപ്പെട്ട മാക്രോ എലമെൻസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ആഹാരത്തിലെ മൂലകങ്ങളായിട്ടുള്ള 2 പ്രധാനപ്പെട്ട മാക്രോ എലമെൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ SCERTയുടെ പാഠപുസ്തകം നമുക്ക് നോക്കാം. വളരെ രസകരമായിട്ടൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആരംഭിക്കുന്നത് അല്ലേ. നോക്കൂ, ഒരു കുഞ്ഞിൻ്റെ അമ്മ ചോദിക്കുകയാണ്, ഡോക്ടർ മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടറിൻ്റെ മറുപടി, ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായി എടുക്കേണ്ടതില്ല, വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. നമ്മുടെ അച്ഛന്മാർക്കും അമ്മമാർക്കെല്ലാം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഗുണ്ടുമണികളിൽ ഇരിക്കണം അല്ലേ. പലപ്പോഴും നമ്മൾ കുഞ്ഞിന് ഭാരമില്ല, വെയിറ്റ് ഇല്ല, അല്ലെങ്കിൽ വളർച്ചയില്ല എന്നൊക്കെ ആകാംക്ഷ, കാരണം കയ്യോ കാലോ വളരുന്നതെന്നാണ് നോക്കിയാണ് എല്ലാവരും വളർത്തിയെടുക്കുന്നത്, ആകാംക്ഷ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആ ഒരു വളരുന്ന പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ ശരീരത്തിൽ. അവർ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ വെയിറ്റ് ഇച്ചിരി കുറവൊക്കെ ആയിരിക്കും, എന്നാലും അതിൻ്റേതായിട്ടുള്ള ഏകകങ്ങളുണ്ട്. ഓരോ പ്രായത്തിലും കുട്ടികളുടെ വളർച്ച എത്രത്തോളം വരണം എന്നുള്ള ഏകകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? കൃത്യമായിട്ട് പോഷകാഹാരമാണ്. അപ്പോൾ ആഹാരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നോക്കൂ, അമ്മയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചില്ലേ? നിങ്ങൾ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട് പണ്ട്. എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താ നിങ്ങളുടെ ഊഹം? പോഷകാഹാരം, ആഹാരം എല്ലാം പോഷകമല്ലേ? ആണ്. എല്ലാ ആഹാരത്തിലും പോഷകാംശങ്ങളുണ്ട്, അല്ലാത്തവ നമ്മൾ ആഹാരമായി ഉപയോഗിക്കാറില്ല. ശരി, അപ്പോൾ എന്താ പോഷകാഹാരം എന്ന് പറഞ്ഞാൽ? സമീകൃത ആഹാരം, സമ്പൂർണ്ണ ആഹാരം എന്നൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പോഷകാഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം ഉള്ള ആഹാരത്തെ നമുക്ക് പോഷകാഹാരം എന്ന് വിളിക്കാം. ഓക്കെ, ആവശ്യമായ പോഷകങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ആഹാരത്തെ. അപ്പോൾ അതില്ലാത്ത ആഹാരങ്ങളുണ്ടോ? ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ചോറ് മാത്രം കഴിച്ച് ജീവിക്കുന്നു, നിങ്ങൾക്ക് പല സാധനങ്ങളും ഡെഫിഷ്യൻസിയിലേക്ക് നിങ്ങൾ പോകും. ചോറ് മാത്രം കഴിച്ചാൽ ജീവിച്ചോളൂ, നമുക്ക് ജീവിക്കാം അല്ലേ. അവർ ഗോതമ്പ് മാത്രം കഴിച്ച് ജീവിക്കുന്നു, പല സാധനങ്ങളും ഡെഫിഷ്യൻ. എന്നാൽ ഗോതമ്പിൽ ആഹാരത്തിൽ ആവശ്യമുള്ള പോഷകങ്ങളിൽ ഉണ്ട്. അതേസമയം ഇലക്കറികൾ നിങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇലക്കറികൾ നിങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായിട്ട് സമ്പൂർണ്ണമായിട്ടുള്ള പോഷകാഹാരം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇലക്കറികളിൽ നിന്നും കിട്ടേണ്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള ജീവകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, അതിനെ പോഷകാഹാരം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അതാണ് ഡോക്ടർ അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. ഉണ്ട്, ഇഷ്ടം പോലെ KFC ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്. പാകം ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നുണ്ട്. നമുക്കറിയാം, പാകം ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് ചെയ്യാതെ കഴിക്കുന്നുണ്ട്. വാഴപ്പഴം നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കാറില്ല, ഏത്തപ്പഴം ചില പുഴുങ്ങാറുണ്ട്. അപ്പോൾ ഓറഞ്ച് നമ്മൾ കുക്ക് ചെയ്യാറില്ല അല്ലേ. അതുപോലെ കപ്പലണ്ടി നമ്മൾ കുക്ക് ചെയ്യാറില്ല. കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്, വറുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്, വാട്ടെവർ. അങ്ങനെ പാകം ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് അല്ലാത്തതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുണ്ട്. അപ്പോൾ കുറച്ച് ചിത്രങ്ങളുണ്ട്, നോക്കാം എങ്ങനെയെല്ലാം തരംതിരിക്കാം. ഒന്ന്, ധാന്യങ്ങൾ അല്ലേ. രണ്ടാമത്തെ ഇതെന്താണ് മക്കളെ വരുന്നത്? അത് ഫലവർഗ്ഗങ്ങൾ അല്ലേ. എന്താണ്? ഫലവർഗ്ഗങ്ങൾ. രണ്ടാമതാണ് ഫലവർഗ്ഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഫലവർഗ്ഗങ്ങൾ. സി എന്താണ്? പച്ചക്കറികളാണ് അടുത്ത സിയിൽ കിടക്കുന്നത്. ചിത്രം ഡി എന്താണ്? ഡി പയറുവർഗ്ഗങ്ങൾ. ഇ എന്താണ്? ഇലക്കറികൾ. എന്താണ്? ഇലക്കറികൾ. ഇലക്കറിയും പച്ചക്കറിയും വ്യത്യാസമുണ്ട് കേട്ടോ. ഇലക്കറിയാകുമ്പോൾ കുറച്ചും കൂടെ അധികം നാരുകൾ നമ്മുടെ ശരീരത്തിന് കിട്ടും. ഓക്കെ, അതേസമയം നമുക്ക് തക്കാളിയിൽ നിന്ന് അത്രയും നാര് കിട്ടും, അത്രയും കിട്ടത്തില്ല. നോക്കാം,
ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്, ഇഷ്ടമില്ലാത്തവയുണ്ടോ, എന്തുകൊണ്ട്, ചർച്ച ചെയ്യൂ. നമ്മൾ ഒരു ദിവസം സാധാരണ കഴിക്കാനുള്ള ഭക്ഷണം പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾക്കുള്ള വർക്കാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് പൊതുവെ എല്ലാവർക്കും ചോറ് ഇഷ്ടമായിരിക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പഴങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, പച്ചക്കറി ചില ആൾക്കാർ കഴിക്കില്ല. എനിക്ക് പയർ ഇറങ്ങുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ചിലർക്ക് പയറും കടലയൊക്കെ ഇഷ്ടമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇലക്കറികൾ നല്ല രുചികരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? വാട്ടവർ, ഇതിലെ ഓരോന്നിൻ്റെയും പ്രധാനപ്പെട്ട പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ്. ഒരു ചെക്കൻ പറയാണ്. അടുത്ത കൊച്ചുണ്ട്, എനിക്ക് പുട്ടും പഴവുമാണെന്ന് പറയുന്നത്. എനിക്ക് പുട്ടും പഴവും ഭയങ്കര ഇഷ്ടമാണ്. അടുത്തവൻ പറയണത്, ഞാൻ ദിവസവും നൂഡിൽസ് കഴിക്കാറുണ്ട്, അമ്മ എനിക്ക് എന്ന് നൂഡിൽസ് ഉണ്ടാക്കി തരുമെന്ന്. നൂഡിൽസ് തീരെ മോശം ഭക്ഷണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഭക്ഷണം ഇച്ചിരി മോശമാണ് ഒരു പരിധി വരെ. കാര്യം ഇതാണ്, തീരെ ഫൈബറില്ല, പ്രോട്ടീൻ്റെ കണ്ടന്റ് വളരെ കുറവാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവിടെയാണ്. അപ്പോൾ ഈ 3 പേരും പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? നിങ്ങളുടെ അഭിപ്രായം എഴുതണം. ക്ലാസ്സിൽ അവതരിപ്പിച്ച് വിശദീകരിക്കണം. അതാണ് കുട്ടികൾ കൊടുക്കുന്ന ടാസ്ക്. കണ്ടോ, ആ ടാസ്ക് പിള്ളേർ പഠിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്താ പഠിക്കുന്നുണ്ട്? ഈ പയ്യനെ സംബന്ധിച്ച് അപ്പവും കടലക്കറിയും. അപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ചോറ് വരുന്നുണ്ട്, അല്ലേ? ചോറല്ല, ആക്ച്വലി അരി വരുന്നുണ്ട്, അരിമാവ് വരുന്നുണ്ട്. അതിനോടൊപ്പം കടല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അതൊരു പയർ വർഗ്ഗമാണ്. അപ്പോൾ അതിനകത്ത് എന്ത് വരുന്നുണ്ട്? മാംസ്യം ഉൾപ്പെടുന്നുണ്ട്. അവിടെ എന്താണ്? രണ്ടും കൂടെ മിക്സായി വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് കാർബോഹൈഡ്രേറ്റും, 2 എന്താണ്? പ്രോട്ടീനും. ഈ 2 സാധനങ്ങൾ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ പോകും. നമ്മൾ ഇന്ന് കാർബോഹൈഡ്രേറ്റും പഠിക്കും, പ്രോട്ടീനും പഠിക്കും. അപ്പോഴത്തേക്ക് ഈ അപ്പവും കടലക്കറി എന്ന് പറയുമ്പോൾ ഏകദേശം 2 കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള സാധനമാണെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിച്ച് ക്ലാസ്സിൽ പറയാം. ഓക്കെ. അതുപോലെ എനിക്ക് പുട്ടും പഴവും ഇഷ്ടമാണ്. പഴത്തിലും പുട്ടിലും, പുട്ടെന്ന് പറയുമ്പോൾ അരിപ്പുട്ടാകാം, ഗോതമ്പ് പുട്ടാകാം, താരതമ്യേന പ്രോട്ടീൻ്റെ അളവ് കുറവാണ്. അമൈനോ ആസിഡ്സ് ഉണ്ട് കേട്ടോ, പ്രോട്ടീൻ്റെ അളവ് കുറവാണ്. അമിനോ ആസിഡ് നിങ്ങൾക്ക് അറിയാം. എന്താ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. മാംസ്യം എന്ന് പറയുന്ന പോഷക ഘടകത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുണ്ട്. പക്ഷേ എന്നാലും പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ് പുട്ടിലും പഴത്തിലും. അതുപോലെ നൂഡിൽസിലും ആ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ എന്തിനാണ് ആഹാരം എന്നൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്, അല്ലേ? ഇത്രയും നേരം പ്രോബ്ലം ആയിരുന്നു, പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോക്കാം, നാം എന്തിനാണ് ആഹാരം കഴിക്കുന്നത്, ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? കുട്ടികളുടെ മാസികയിൽ വന്നൊരു കുറിപ്പ് താഴെ കൊടുക്കുന്നുണ്ട്. നോക്കാം, അതാണ് നമുക്കവിടെ പഠിക്കാനുള്ള കാര്യം. അപ്പോൾ എന്തിനാണ് ആഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ചോദിച്ചാൽ പിള്ളേർ പറയും, അത് വിശപ്പ് മാറ്റാൻ എന്ന് പിള്ളേർ പറയാൻ സാധ്യതയുണ്ട്, അല്ലേ? വിശപ്പ് മാറ്റുക എന്നതിൽ പുറമെ നമ്മൾ കുറച്ചും കൂടെ ആസ്പെക്റ്റുകൾ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്, അല്ലേ? നോക്കാം, എന്തിനാണ് ആഹാരം? നോക്കൂ മക്കളെ, നമ്മുടെ ആരോഗ്യത്തിനല്ലേ? അതാണ് ക്ലാസ്സിന്റെ ഫസ്റ്റ് പേര് തന്നെ, ആരോഗ്യം ആഹാരത്തിലൂടെ, അല്ലേ? നോക്കാം, എന്താ നമ്മുടെ ആരോഗ്യം? നോക്കാം, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ശാരീരിക പ്രവർത്തനങ്ങൾ ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഊർജം നമ്മൾ മനസ്സിലാക്കണം. ഊർജം, എനർജിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എനർജി എന്ന് പറയുക. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള എനർജികൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുണ്ട്? ഗതിക ഊർജ്ജമുണ്ട്. ഒരു സാധനം എടുത്ത് എറിയുമ്പോൾ നീങ്ങി പോകുന്നു, പോകുമ്പോൾ ആ ഗതി കൊണ്ടുണ്ടാകുന്ന ഒരു എനർജി. അതിന് പോയി ഒരു സാധനം അതിനെ തട്ടി മാറ്റാനുള്ള ശശിയില്ലേ? അപ്പോൾ ഒരു പ്രവൃത്തിയായില്ലേ? അതാണ്. അതുപോലെ എന്താണ്? ഗതികോർജ്ജമുണ്ട്, കാന്തികോർജ്ജമുണ്ട്, പ്രകാശോർജ്ജമുണ്ട്, അല്ലേ? അങ്ങനെ ഒത്തിരി ഊർജ്ജ രൂപങ്ങൾ നമ്മുടെ ഒരു ഭൂമുഖത്തുണ്ട്, നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഊർജ്ജം എന്ന് പറയുന്നതാണ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് എന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് എന്ത് ആവശ്യമാണ്? ഊർജ്ജം ആവശ്യമാണ്. നമുക്ക് ഓടാനും നടക്കാനും ഊർജ്ജം ആവശ്യമാണ്. ഈ ഒരു പേന എടുത്ത് പൊക്കാൻ ഊർജ്ജം ആവശ്യമാണ്, അല്ലേ? അതൊരു പ്രവൃത്തിയാണ്, അല്ലേ? അപ്പോൾ എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നതാണ് ആഹാരമാണ്. ഇത് എവിടെ നിന്ന് ഏത് വഴിക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ സ്രോതസ് എന്ന് പറയുമ്പോൾ ആരാ മക്കളെ? സൂര്യനാണ്, അല്ലേ? സൂര്യനാണ് എന്താണ്? ഭൂമിയിൽ വരുന്ന ഊർജ്ജത്തിൻ്റെ സ്രോതസ്. അല്ലെങ്കിൽ ഭൂമിയെ, നമ്മുടെ ജീവജാലങ്ങളെ നിർത്തുന്ന ആ ഒരു ദൈവം ആര് എന്ന് ചോദിച്ചാൽ സൂര്യൻ എന്ന് പറയാം. കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം. എന്താണ്? പ്രകാശ സംശ്ലേഷണം. നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കും പ്രകാശ സംശ്ലേഷണം. എന്താണ്? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് ഞാൻ കരുതുന്നു. എന്താ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നേ? അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ആഹാരം എവിടെ നിന്നാണ് വരുന്നേ? നമ്മുടെ ആഹാരം ഉണ്ടാക്കുന്നത് പ്രൈമറിലി, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കുന്നത് പ്രൈമറിലി ആരാണ്? നമ്മുടെ ഗ്രീൻ ആയിട്ടുള്ള, പച്ച നിറത്തിലുള്ള നമ്മുടെ ചെടികളാണ്.
ചെടികളാണ് ഉണ്ടാക്കുന്നത്. എന്താണ് ചെടികൾ ഉണ്ടാക്കുന്നത്, എങ്ങനെ ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്റ്റാർ ഡസ്റ്റുകളാണ് നമ്മൾ, അല്ലേ? എന്താണ്, നക്ഷത്രത്തിൻ്റെ പൊടികളാണെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെയോ ഉള്ള സാധനങ്ങൾ എല്ലാം കൂടെ ചേർന്നുണ്ടായ നമ്മുടെ ശരീരം, അല്ലേ? അത്രയേ ഉള്ളൂ. വെള്ളം നമ്മുടെ ഭൂമിയിലുള്ളതാണ്, ജലാംശം നമ്മുടെ ശരീരത്തിലുണ്ട്, അല്ലേ? അതുപോലെ എല്ലാ മൂലകങ്ങളും, ഒരുവിധപ്പെട്ട പല പല മൂലകങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള മൂലകങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്? ആഹാരത്തിലൂടെ തന്നെയാണ്. ഇതാരാ ആഹാരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ആഹാരം ഉണ്ടാക്കുന്ന ആരാടേ? ചെടികളാണ്. ചെടികൾ എന്തിൻ്റെ സാന്നിധ്യത്തിൽ? സൂര്യപ്രകാശം ഉപയോഗിച്ചുകൊണ്ട് ജലവും ലവണങ്ങളോട് ചേർത്തിട്ട് ഈ സൂര്യപ്രകാശത്തിനകത്ത് ബൈൻഡ് ചെയ്ത് വെക്കുന്നു, കെട്ടിവെക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ ഊർജ്ജത്തിനെ അതിനകത്ത് ബൈൻഡ് ചെയ്ത് വെക്കുന്നു. ഇതാണ് ആദ്യത്തെ പ്രവൃത്തി, അല്ലേ? അപ്പോൾ ഇവയെ നമ്മളെടുത്ത് കഴിക്കുന്നു, മറ്റ് ജീവജാലം കഴിക്കുന്നു. അതിൻ്റെ ആ എനർജി ഉപയോഗിച്ച് കുറേ അത് ഓടുകയും ചാടുകയും ചെയ്യുന്നു, ബാക്കി അത് അതിൻ്റെ ശരീരത്തിൽ സംഭരിക്കുന്നു. അങ്ങനെ ആ ഇറച്ചി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സൂര്യൻ്റെ ഊർജ്ജം കിട്ടുന്നു, അല്ലേ? അങ്ങനെയാണ് എന്ത് വരിക? ഈ ഊർജ്ജത്തിൻ്റെ ആ ഒരു സൈക്കിൾ വരിക. ഊർജ്ജം വരുന്നത് സൂര്യനിൽ നിന്നാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഏത് വഴി? ആദ്യം ഫിക്സ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സസ്യങ്ങളാണ്. ആ സസ്യങ്ങൾ ഫിക്സ് ചെയ്യുന്ന ആഹാരത്തെ മറ്റ് ഇതര ജീവികൾ ഉപയോഗിക്കുന്നു, അതുവഴി നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ ശാരീരിക പ്രവർത്തനം എന്താണ് ആവശ്യമാണ്? ഊർജ്ജം ആവശ്യമാണ്, അല്ലേ? അത് എന്താ കൊടുക്കുന്ന? ആഹാരമാണ് നമുക്ക് തരുന്നത്. ഇനി നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വളർച്ചയ്ക്ക്, വളർച്ച എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ 5ാമത്തെ വയസ്സിലിരുന്ന പോലെയാണോ ഇപ്പോൾ ഇരിക്കുന്നത്? അല്ല, നമ്മുടെ ശരീരത്തിൽ കുറേ ബൾക്ക് വന്നല്ലേ, നമ്മുടെ ചിന്ത കുറേ മാറി നമ്മളല്ലേ. വളർച്ച, അത് കഴിഞ്ഞ് ആരോഗ്യം നിലനിർത്തണം. ആരോഗ്യം നിലനിർത്തണം, നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകണം, അല്ലേ? അതുപോലെ ആരോഗ്യം നിലനിർത്തണം. അതുപോലെ എന്താണ്? രോഗങ്ങളെ ചെറുക്കണം. എന്താണ്? രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിക്കാതെ അതിനെ ചെറുക്കണം. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ? പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താ ഒരു കോസേറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ രോഗകാരിയായിട്ടുള്ള മറ്റൊരു ജീവി ഉണ്ടാക്കുന്ന രോഗങ്ങളെ നമുക്ക് ചെറുക്കണം. അതിനുവേണ്ടി നമ്മുടെ ശരീരത്തിൽ കുറേ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്, ഇഷ്ടം പോലെ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അവിടെ എല്ലാം ഇഷ്ടം പോലെ പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ്റെ നിർമ്മാണം നിലച്ചു കഴിഞ്ഞാൽ എന്ത് പോകും? എന്ത് തകരും? രോഗങ്ങളെ ചെറുക്കുവാനുള്ള നമ്മുടെ ശേഷി, നമ്മുടെ ശരീരത്തിൻ്റെ ശേഷി തകരും, അല്ലേ? അപ്പോൾ എന്തിനൊക്കെയാണ് മക്കളെ നമുക്ക് ഇത് ആഹാരം ആവശ്യമായിട്ട് വരുന്നത്? നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ശരീരത്തിന് ശാരീരിക പ്രവർത്തനം ആവശ്യമായ ഊർജം നൽകുന്നതിന്, 2 വളർച്ചയ്ക്ക്, അടുത്ത ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുക? പോഷകങ്ങൾ എന്ന് വിളിക്കുക. ഓക്കെയാണ് പറഞ്ഞത്. എന്താണ് പോഷകം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, അല്ലേ? എന്താണ് പോഷകം? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നതും, അതുപോലെ നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളെയാണ് നമ്മൾ എന്ന് വിളിക്കുക? പോഷകങ്ങൾ എന്ന് വിളിക്കുക. ഇവ എവിടെ നിന്ന് കിട്ടും? ഭക്ഷണത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ വായ വഴി കഴിക്കുന്ന സാധനങ്ങൾ വഴി മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, അല്ലാതെ കിട്ടുന്നത് കൊണ്ട് പറഞ്ഞുതരാം. ഓക്കെ, നോർമലി നോക്കാം. ഇവ നമുക്ക് കിട്ടുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്. നമ്പർ 1 എന്താണ് മക്കളെ? കാർബോഹൈഡ്രേറ്റുകൾ. എന്താണ്? കാർബോഹൈഡ്രേറ്റുകൾ. 2 എന്താ? പ്രോട്ടീനുകൾ. ഇവയെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കും കേട്ടോ. എന്താണ്? കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, അതുപോലെ എന്താണ്? ഫാറ്റ് കൊഴുപ്പുകൾ, അതുപോലെ വൈറ്റമിൻസ്. ഫാറ്റ് വരെ എന്താണ്? മാക്രോ ന്യൂട്രിയൻ എന്ന് പറയും. പിന്നെ അളവിൽ കുറച്ച് മാത്രം മതി. എന്ത്? വൈറ്റമിൻസ്, അതുപോലെ ധാതുക്കൾ, ഞാൻ പറഞ്ഞല്ലോ മിനറൽസ്. അതുപോലെ എന്താണ്? പിന്നെ ഒരു കാര്യം കൂടെ, ജലം ഒരു പോഷകമായിട്ട് നമ്മൾ കൂട്ടാറില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിന് വളരെയധികം അത്യാവശ്യമാണ്. ഏകദേശം 70% നമ്മുടെ ശരീരത്തിൽ ജലം തന്നെയാണ്. നമ്മുടെ ശരീരത്തിലുള്ള ജലത്തിൻ്റെ 10% നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ മരിച്ചു പോകും. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ വയറിളക്കം വരുമ്പോഴത്തേക്കും എവിടെ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡ്രിപ്പ് വരുന്നതിന് കാരണം വയറിളക്കോ ഛർദിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിൽ നോർമലി ജലം പുറത്തേക്ക് പോകാൻ വേണ്ടി 2 വഴികളുണ്ട്, അല്ലേ? നമ്മൾ തുപ്പിക്കളയും, അതുപോലെ യൂറിൻ പാസ് ചെയ്യും, അതുപോലെ വിയർക്കും. ഇതല്ലാതെ ഏതെങ്കിലും വഴി ജലം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡോക്ടർ വേറൊരു വഴി കൂടെ ജലം തരാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തും. അപ്പോൾ അതാണ് ജലത്തിൻ്റെ പ്രത്യേകത. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ടൊരു പദാർത്ഥമാണ്. മനസ്സിലായി? അപ്പോൾ ജലത്തെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല, ഒരു പോഷകമായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല ഇവിടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. എന്താണ്?
ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകുന്നത് ആഹാരമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ ഊർജ്ജത്തിനും അതുപോലെ എന്താണ് നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ ആരോഗ്യം നിലനിർത്തുന്നതിനും അതുപോലെ നമ്മുടെ രോഗങ്ങളെ ചെറുക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളെയാണ് എന്ത് പറയുക, പോഷകങ്ങൾ എന്ന് പറയുക. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് മക്കളെ? കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, പ്രോട്ടീൻസ് വരുന്നുണ്ട്, പ്രോട്ടീനെ മാംസ്യം എന്ന് വിളിക്കും അല്ലേ, കൊഴുപ്പുകൾ വരുന്നുണ്ട്, ഫാറ്റ്, പിന്നെ വൈറ്റമിൻസും മിനറൽസും വരുന്നുണ്ട്. ജലത്തെ ഇവിടെ ഒരു പോഷകമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ലെങ്കിൽ കൂടിയും നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ വളരെ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ് എന്ത് മക്കളെ, ജലമെന്ന് പറയുമ്പോഴത്തേക്കും. ഇനി ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്കറികൾ ധാരാളം നാരുകളുണ്ടെന്ന് പറഞ്ഞു. ഈ നാരുകൾ ശരിക്കും പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ വിഭാഗത്തിൽ പെടുത്താൻ പറ്റുന്ന സാധനമാണ് നാരുകൾ എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്ക് ദഹിപ്പിക്കാൻ പറ്റുന്ന കാർബോഹൈഡ്രേറ്റുകളിൽ ഒരു കുറച്ച് തന്നെ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റത്തുള്ളൂ, എല്ലാം നമുക്ക് ദഹിപ്പിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് നമ്മുടെ സസ്യകോശം നിർമ്മിതമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സസ്യത്തിന്റെ കോശഭിത്തി എന്താണ്? സെല്ലുലോസ് എന്ന് പറയുന്ന പദാർത്ഥമാണ്. സെല്ലുലോസ് എന്ന് പറഞ്ഞ പദാർത്ഥത്തിലാണ് സസ്യകോശങ്ങൾ നിർമ്മിതമായിരിക്കുന്നത്. അപ്പോൾ ഈ സസ്യകോശ ഭിത്തി നിർമ്മിതമായിരിക്കുന്ന സെല്ലുലോസ് നമുക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല, മറ്റ് ചില അനിമൽസിന് ദഹിപ്പിക്കാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് എന്തായിട്ട് നാരുകളായിട്ടാണ് എഫക്ട് ചെയ്യുക. എന്താ നാരിന് എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലബന്ധമൊന്നും ഉണ്ടാകാതെ ഈസി ആയിട്ട് നമ്മുടെ ദഹന പ്രക്രിയ ഈസി ആകാൻ സഹായിക്കുന്ന, അതായത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് ആഗിരണം ചെയ്ത് ഉപയോഗിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഫൈബർ, സോളിബിൾ ഫൈബർ എന്ന് വിളിക്കുക അല്ലേ. ഓക്കെ, അവയും നമ്മുടെ ചില ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പൊ നോക്കടാ, എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്ന് ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെയാണ് പിന്നെയാണ് നമ്മുടെ ആവശ്യം വരുന്നത്. അതിനാൽ നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത്. അല്ലെങ്കിൽ അത് മാത്രം എടുത്തുകൊണ്ടുപോയി കഴിച്ചാൽ മതി അല്ലേ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഓക്കെ, നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ ഡയറക്റ്റ്ലി സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ മാത്രം എന്തെങ്കിലും ഒരു സാധനം കഴിച്ച് ഉച്ചയ്ക്ക് ഇനി അത് കഴിക്കേണ്ട, അടുത്ത സാധനം വേറൊരു ഐറ്റം കഴിക്കാം, അങ്ങനെയല്ല. അതായത് ശ്രദ്ധിക്കൂ, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്തെങ്കിലും കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ, നമ്മളെ പ്രോട്ടീൻ നമ്മൾ അധികം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിൽക്കുമോ? ഇല്ല. പക്ഷേ നമ്മൾ ചോറ് അധികം കഴിച്ചാൽ ശരീരത്തിൽ നിൽക്കും. എങ്ങനെ? ഫാറ്റായിട്ട് വയർ ഇങ്ങനെ തള്ളി വരും അല്ലേ. ബീറ കുടിക്കുന്ന ആൾക്കാർ വയർ, അല്ലെങ്കിൽ ചോറ് അധികം നിന്നാലും വയറിങ്ങനെ തള്ളി കുംഭം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് പ്രധാനമാണ്, കഴിക്കുന്ന സമയം പ്രധാനമാണ്. നിങ്ങൾ ഒരുപാട് ലേറ്റായി പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അത് സംഭവിക്കും, അതൊരു ബുദ്ധിമുട്ടാണ്, ഉറക്കമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ആഹാരം ഒരു 7 മണിക്ക് മുന്നേ കഴിക്കണമെന്ന് പറയുന്നുണ്ട്, വൈകുന്നേരങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം. ഓക്കെ, അപ്പോൾ എന്താണ്? അതിൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിക്കുന്ന സമയം ഇമ്പോർട്ടൻ്റ് ആണ്, വൈവിധ്യം ഇതെല്ലാം ഉൾപ്പെടുത്തുന്നതോ ഇല്ലയോ എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണമേന്മ എന്നിവയും എന്താണ്? നമ്മുടെ ആരോഗ്യത്തെ ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് കഴിക്കണം? പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കണം. നോക്കാം. അപ്പോൾ ഈ കുറിപ്പ് നമ്മൾ വായിച്ചു മനസ്സിലാക്കി അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പ്രധാനപ്പെട്ട നമ്മൾ എന്തൊക്കെ പഠിച്ചു? കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? ധാതുക്കൾ പഠിച്ചു, വൈറ്റമിൻസ് പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. വിവിധതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടിയാണ് വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ആഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത്? സലാഡ് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സലാഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് പച്ചക്കറി മാത്രം ഇൻക്ലൂഡ് ചെയ്ത കാര്യമുണ്ടോ? ഇല്ല. പ്രോട്ടീൻ്റെ എന്തെങ്കിലും സോഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലേ. അങ്ങനെ എന്തൊക്കെയാണ്? ചിലപ്പോൾ നമുക്ക് ചിക്കൻ സലാഡ്, സീസർ സലാഡ്, അപ്പോൾ അതിനകത്തൊക്കെ എന്താണ്? ചിക്കനൊക്കെ എന്താണ് വേവിച്ച് കൊത്തിയരിഞ്ഞിട്ടേക്കും, അതിനകത്ത് മുട്ട ഉണ്ടായിരിക്കും, അതിനകത്ത് പിന്നെ ഇലക്കറികൾ ഉണ്ടായിരിക്കും അല്ലേ, പയർവർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് പുതിയ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? നമ്മുടെ ആരോഗ്യത്തിന് അല്ലേ, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെ ആവശ്യമാണ്? പോഷക ഘടകങ്ങൾ ആവശ്യമാണ്. അതെല്ലാം ആരോഗ്യത്തിന് ആവശ്യകരമായ രീതിയിൽ അനുപാതത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോഴത്തേക്ക്. മനസ്സിലായി? അപ്പോൾ ഇനി എന്തിനാണ് അടുത്ത ചോദ്യം? അപ്പോൾ പോഷക സമൃദ്ധമായ ആഹാരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിന് ആവശ്യമാണ് പോഷക സമൃദ്ധമായ ആഹാരം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇനി എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? എന്തിനാണ്? നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയാവട്ടെ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാവട്ടെ, ആരോഗ്യമാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള കഴിവാകട്ടെ, ഇതിനെല്ലാം നമുക്ക് പോഷകങ്ങൾ ആവശ്യമാണ് അല്ലെ. ഇതിനെല്ലാം നമുക്ക് ആവശ്യമുള്ള ഘടകങ്ങളെയാണ് പോഷകങ്ങൾ എന്ന് പറയുക അല്ലേ. അപ്പോൾ ഒരു കുറവ് പരിഹരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക?
പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ശാസ്ത്ര പുസ്തകങ്ങൾ എഴുതണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ പരിപാടി എന്താണ്? ഊർജ്ജം ലഭിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്ലാസ്സിൽ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആഹാരം കഴിക്കുന്നത് വെച്ചാൽ അവർ പറയും, കൊച്ചുങ്ങൾ പറയുന്നതാണ്, അയ്യോ എനിക്ക് വിശക്കണം, എനിക്ക് തിന്നണം എന്ന് പറയും അല്ലേ. അതല്ല പരിപാടി. ഊർജ്ജം ലഭിക്കൂ. നോക്കാം, വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി, രുചി ആസ്വദിക്കാൻ വേണ്ടി കഴിക്കാറില്ലേ? നമ്മൾ കഴിക്കാറുണ്ട്, ഇഷ്ടം പോലെ കഴിക്കാറുണ്ട് അല്ലേ. KFC ഒക്കെ ഒരിക്കൽ കഴിച്ച് കഴിഞ്ഞ് ചെന്ന് കയറുന്നതിന് രുചി ആസ്വദിക്കാനാണ്. അല്ലാതെ നമുക്ക് അയ്യോ എനിക്ക് പ്രോട്ടീൻ്റെ കുറവുണ്ട് നമ്മൾ ആരും KFC കഴിക്കാൻ പോകാറുണ്ടോ? ഇല്ല അല്ലേ. കാര്യം എന്താണ്? ഇഷ്ടം പോലെ ഫാറ്റ് അതിനകത്തുണ്ട്. അതുപോലെ എനിക്ക് എനർജി ഇല്ല എന്നിട്ട് ആരെങ്കിലും പോയി ഐസ്ക്രീം കഴിക്കാറുണ്ടോ? നോ. ഐസ്ക്രീം നമ്മൾ രുചി അറിയാൻ വേണ്ടി കഴിക്കുന്ന സാധനം അല്ലേ, വിശപ്പ് മാറ്റാൻ വേണ്ടി കഴിക്കുന്നതല്ല. അപ്പം വിശപ്പ് മാറ്റാനും രുചി അറിയാനും വേണ്ടി മാത്രമല്ല നമ്മൾ ആഹാരം കഴിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ കാര്യം ഊർജ്ജം ലഭിക്കുക എന്നുള്ളതാണ്. താഴെ നോക്കൂ, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എന്ത് ആവശ്യമുണ്ട്? ഊർജ്ജം ആവശ്യമുണ്ട്. കാര്യം ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനാണ് ഊർജ്ജം എന്ന് പറയുക നമ്മൾ അല്ലേ. ശരിയല്ലേ? ഓക്കെ, ഇവയ്ക്കെല്ലാം ഒരേ അളവിലാണ് ഊർജ്ജം ആവശ്യമുള്ളത്? അല്ല. ഇതിനെല്ലാം വേണ്ട ഊർജ്ജം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഇതാണ് പരിശോധിക്കാൻ പോകുന്നത്. ഊർജ്ജം എങ്ങനെയാണ് ആഹാരത്തിലേക്ക് വരുന്നത് എന്ന് നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കി. നമുക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. നോക്കൂ, ഇവൻ ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഊർജ്ജം ആവശ്യമാണ് അല്ലേ, ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ആവശ്യമാണ്. അത്ര വേണ്ട ഈ ബലൂൺ പറത്താൻ, അത്രയും വേണ്ട ഇരുന്ന് കളിക്കാൻ അല്ലേ. ഓരോന്നിനും വ്യത്യസ്തമായ അളവിലാണ് നമുക്ക് എനർജി ആവശ്യപ്പെട്ടുള്ളത്. ഇതെല്ലാം ഈ കുട്ടിക്ക് എവിടെ നിന്ന് ലഭിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ നിന്ന് വെച്ചാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ്. എന്താണ് കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ആ പേര് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോഴേ പഠിച്ചു വെച്ചേക്കാം. കാർബോഹൈഡ്രേറ്റ് അറിയാലോ. ഓക്കെ, ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായുള്ള ഊർജ്ജം കിട്ടുന്ന എവിടെ നിന്നാണ് മക്കളെ? കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. കാർബൺ ഉണ്ടെന്ന് മനസ്സിലായി, അതിനകത്ത് ഉണ്ടല്ലോ, ഉണ്ട്, കാർബൺ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. അതൊരു ഓർഗാനിക് സംയുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഓർഗാനിക് സംയുക്തം ഇപ്പോൾ പഠിക്കാനല്ല, ഈ 6ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാനല്ല, പിന്നെ പഠിക്കാനുണ്ട്. കാർബോഹൈഡ്രേറ്റ്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ, വെള്ളം അല്ലെ, ഹൈഡ്രജനും ഉണ്ട് പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഓക്സിജനൊക്കെ അതിനകത്തുണ്ട്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. മനസ്സിലാക്കുക. ഏതൊക്കെയാ കാർബോഹൈഡ്രേറ്റിന്റെ ഗ്രൂപ്പിൽ വരിക? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, മധുരമുണ്ട്. പഞ്ചസാരയ്ക്കും ഗ്ലൂക്കോസും മധുരമുണ്ട്. സെല്ലുലോസ് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്? കോശഭിത്തിയിൽ ഉണ്ടാകുന്ന സെല്ലുലോസുകളെന്ന് പറഞ്ഞു. വിവിധ നാരുകൾ. അപ്പോൾ ഇതെല്ലാം എന്താണ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പഠിച്ചത്? നമ്മൾ അന്നജം പഠിച്ചു, പഞ്ചസാര എന്താണെന്ന് മനസ്സിലാക്കി, ഗ്ലൂക്കോസ് മനസ്സിലാക്കി, സെല്ലുലോസ് അല്ലേ, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കൾ കാണപ്പെടുന്നു. പഞ്ചസാരകൾ തന്നെ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പലതരത്തിലുണ്ട്. പഞ്ചസാരന് സൂക്രോസ് ഉണ്ട്, അതുപോലെ ഫ്രക്ടോസ് ഉണ്ട്. ഫ്രക്ടോസ് പഴങ്ങളിൽ കാണപ്പെടുന്ന ഫ്രക്ടോസ്. അങ്ങനെ ഒരുപാട് തരത്തിൽ എന്തുണ്ട്? പഞ്ചസാരകളുണ്ട്. അതുപോലെ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രൂപമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പോളിസാക്കറൈഡാണ് അന്നജം എന്ന് പറയുമ്പോഴത്തേക്ക്. അന്നജം അല്ലേ, അന്നജം ആ വാക്ക് നിങ്ങളിപ്പോൾ വലിച്ചു നീട്ടണ്ട. എന്തായാലും ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റിന്റെ ഗണത്തിൽപ്പെടുന്ന എന്തൊക്കെയാണ് മക്കളെ? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ. ഈ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കൾ കാണപ്പെടും, നമുക്കറിയാം. അതുപോലെ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വസ്തു എന്താണ്? അന്നജമാണ്. ഓക്കെ അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും മക്കളെ? ഗോതമ്പ് വരും, അരി വരും പ്രധാനമായിട്ടും അല്ലേ, ധാന്യങ്ങൾ. കിഴങ്ങ് വർഗ്ഗം, പൊട്ടറ്റോ ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. പിന്നെന്താ വരുന്നത്? കിഴങ്ങ് വർഗ്ഗം അപ്പോൾ നമ്മുടെ ടപ്പിയൊക്കെ ഒരു കിഴങ്ങ് വർഗ്ഗമാണ് അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പലതരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളിൽ എന്താണ് കൂടുതൽ കാണപ്പെടുന്നത്? എന്താണ്? അന്നജം എന്ന രൂപത്തിലാണ് നമ്മുടെ ഈ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇവിടെ ഒരു ചോദ്യമുണ്ട്. ധാന്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയിൽ ഡാഷ് രൂപത്തിലാണ് കൂടുതലും കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. അന്നജം എന്ന് പറയുന്ന രൂപത്തിലാണ്. ഓക്കെയാണ്? മനസ്സിലായി? ക്ലിയർ അല്ലേ? അതൊരു പോയിന്റാണ്. വേണമെങ്കിൽ നമുക്കൊരു 10th ലെവൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് ആവശ്യമായ ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കുന്നു. എന്തൊക്കെയാണ് ഊർജ്ജം ലഭിക്കണമെന്നുണ്ടെങ്കിൽ? പ്രധാനമായിട്ട് നമുക്ക് ധാന്യങ്ങളോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് ഊർജ്ജം കിട്ടും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ഓക്കെ അല്ലേ?
പിന്നെയും കൊണ്ട് പറഞ്ഞുതരാം. ഫാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് നമുക്ക് ഊർജ്ജമായിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഫാറ്റിനൊരു പ്രത്യേകതയുണ്ട്. ഫാറ്റിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് 1 ഗ്രാം പ്രോട്ടീൻ അല്ലെങ്കിൽ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിന് നമ്മുടെ ശരീരത്തിന് തരാൻ കഴിയുന്നതിൻ്റെ 2.25 ടൈംസ് ഊർജ്ജം തരാൻ കഴിവുള്ള സാധനമാണ് എന്ത്? ഫാറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും. ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 2.25 ടൈംസ്. അതായത് 1 ഗ്രാം ഫാറ്റ് കഴിച്ചാൽ 2.25 ഗ്രാം അന്നജമോ അല്ലെങ്കിൽ 2.25 ഗ്രാം പഞ്ചസാരയോ കഴിക്കുന്നതിന് തുല്യമാണെന്ന് അർത്ഥം. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ കാർബോഹൈഡ്രേറ്റ് നോക്കാം. അടുത്തത് ഒരു കുട്ടി പറയാണ്, ഞാൻ എന്നും പാല് കുടിക്കാറുണ്ട്, പാലിൽ നിന്നും അന്നജം ലഭിക്കുമോ? പാലിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ലഭിക്കും, പക്ഷെ അന്നജം ലഭിക്കുമോ? ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജം ഉണ്ടോടെ? ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും അന്നജമില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അന്നജം ഉണ്ടോ എന്നൊരു പരീക്ഷണമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷണമാണ്. പാലുമായി ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്കും പാലിൻ്റെ അഡൾട്രേഷൻ കഴിക്കുന്നു. അഡൾട്രേഷൻ, മായം ചേർക്കൽ, പാലിൻ്റെ കട്ടി കൂടാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമൊക്കെ ചേർത്ത് ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? അതിൻ്റെ കട്ടി കൂട്ടാറൊക്കെ ഉണ്ട് പലരും. അപ്പോൾ അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയും കൂടെ ഉപയോഗിക്കുന്ന സാധനമാണ് അയഡിൻ ടെസ്റ്റ്. അയഡിൻ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അയഡിൻ ലായനി ഉപയോഗിച്ചുള്ള ഈ ടെസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വരാം. ഓക്കെ, ഇത് സ്റ്റാർച്ച് അന്നജം അല്ലേ? അന്നജം സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. എന്തൊക്കെയാണ് വേണ്ടത്? 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം. ഇത്രയും മതി. വളരെ സിമ്പിൾ. ടെസ്റ്റ് ട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടെസ്റ്റ് ട്യൂബ് വേണം, അതുപോലെ പാല് വേണം, അതുപോലെ അയഡിൻ ലായനി നേർപ്പിച്ചത് ഉണ്ടായിരിക്കണം, പിന്നെ നമുക്ക് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർച്ചിൻ്റെ നല്ലൊരു സോഴ്സാണ്. കാരണം എന്താണ്? കഞ്ഞി നിറക്കുന്ന സാധനം അതിൽ സ്റ്റാർച്ച് ഉണ്ടാവും ഉറപ്പായിട്ടും അല്ലേ? അല്ലെങ്കിൽ എന്താണ്, നമ്മൾ പൊട്ടറ്റോ നമ്മൾ കലക്കിയെടുത്താലും അതിൽ അന്നജം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് പൊട്ടറ്റോ വേവിച്ച വെള്ളത്തിൽ അന്നജം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ആവശ്യമായ സാമഗ്രികൾ? 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം. പ്രവർത്തനം ഒരു കാര്യമില്ല, വളരെ സിമ്പിളാണ്. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ ഒന്നിലൽപ്പം പാലും രണ്ടാമത്തെ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കൂ. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിനുമുള്ള ദ്രാവകത്തിൻ്റെ നിറത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കുന്ന മറ്റു പല സാധനങ്ങളും എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും 1% സ്റ്റാർച്ച് സൊല്യൂഷനിൽ അത്രയും നീല കളർ വന്നു. 0.1% സ്റ്റാർച്ച് സൊല്യൂഷൻ ഇത്രയും നീല കളർ. 0.01% ആകുമ്പോഴത്തേക്കും ഇത്രയും കളർ. നോ സ്റ്റാർച്ച് ആണെങ്കിൽ ഒരു കളർ വ്യത്യാസം ഉണ്ടാകത്തില്ല. സാധാരണ പാലിൽ സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണിത്. അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏത് ഭക്ഷണ പദാർത്ഥം എടുത്താലും അതിനകത്ത് എന്താണ് നമ്മുടെ ഈ പറഞ്ഞ സ്റ്റാർച്ച് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കും അല്ലേ? ഉരുളക്കിഴങ്ങിലുണ്ടാവോ? ഉണ്ട്. വെള്ളയിലുണ്ടോ? ഇല്ല. മൈദയിലുണ്ടോ? ഉണ്ട്. ഇഷ്ടംപോലെ സ്റ്റാർച്ച് അല്ലേ? മുട്ടയുടെ വെള്ളയിലുണ്ടോ? ഇല്ല. മുട്ടയുടെ വെള്ള നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. ഓക്കെ, അപ്പോൾ അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറം ഉണ്ടാകുന്നു. അത് നമുക്ക് മനസ്സിലായി അല്ലേ? അവിടെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്താം. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം നീല. 10th ലെവൽ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അന്നജവുമായി ബന്ധപ്പെടുത്തി അന്നജത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ്. ഓർക്കണം, കൃത്യമായിട്ട് ഓർത്തിരിക്കാം കേട്ടോ. ഇനി അന്നജത്തിന്റെ അളവനുസരിച്ച് നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസം ഉണ്ടാകുന്ന കൃത്യമായിട്ട് മനസ്സിലായി. ഇതാ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അയഡിൻ ടെസ്റ്റ്, സ്റ്റാർച്ചിന്റെ അയഡിൻ ടെസ്റ്റിന്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നജത്തിന്റെ അളവനുസരിച്ച് നീല നിറത്തിന്റെ കാഠിന്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും, സംശയമൊന്നുമില്ല അല്ലേ? ഉണ്ടാവുന്ന ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പരിശോധിച്ച ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം അന്നജം കൂടുതലുള്ളതായി നിരീക്ഷിച്ചത്, അതുപോലെ അയഡിൻ ലായനി ചേർത്തപ്പോൾ ഉണ്ടായ നിറത്തിൻ്റെ കാഠിന്യം നിരീക്ഷിച്ച് കണ്ടെത്തൂ. നിങ്ങൾ സാധാരണ കഴിക്കുന്ന ആഹാരം നേരത്തെ പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പട്ടിക വിശകലനം ചെയ്ത് അന്നജമുള്ള ആഹാര വസ്തുക്കളാണോ നിങ്ങൾ കൂടുതലായി കഴിക്കുന്നത് എന്ന് പരിശോധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ പരിശോധന നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങിൽ എന്താണ് ഉറപ്പായിട്ട് അന്നജം കൂടുതലായിരിക്കും. മൈദയിലും മാവിലും അരിയിലും അതുപോലെ ഗോതമ്പിലും ഒക്കെ അന്നജം വളരെയധികം കൂടുതലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാം അതല്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നു മില്ലറ്റ്സ്. മില്ലറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് കാലത്ത് നമുക്ക് ഇത് പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ്. അതായത് കുഞ്ഞു സാധനം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മുടെ അരിയും ഒരു പുല്ലുവർഗമാണ്. ഓക്കെ, കാരണം 4 പേര് പടലമാനത്തുള്ളത് അരിയും അല്ലെങ്കിൽ എല്ലാം. ഓക്കെ, വാട്ടെവർ നമുക്കിവിടെ പണ്ട് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പക്ഷികൾക്കൊക്കെ ഉള്ള മൃഗങ്ങൾക്കൊക്കെ ഉള്ള ഭക്ഷണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ എന്ന് പറയാം. മില്ലറ്റ്സിൻ്റെ മലയാളം വാക്കെന്ത്? ചെറുധാന്യം. മറന്നു പോകരുത്. എന്താണ് ചെറുധാന്യം? ഇതാണ് ചെറുധാന്യം. നമ്മൾ കുട്ടിയൊക്കെ റാഗി പൊടിച്ചിട്ട് അതിൻ്റെ മാവ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുറുക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലേ?
ഇല്ലേടേ ഉണ്ട്. പിന്നെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സമീകൃത ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ അമൃതം പൊടി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള മില്ലറ്റ്സും അതിനകത്ത് പയറുവർഗ്ഗങ്ങളും എല്ലാം കൂടെ സമ്പൂർണ്ണമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സാധനമാണ്. അമൃതം പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ ICDSന്റെ കീഴിൽ കുഞ്ഞുങ്ങൾക്കും അതുപോലെ പോഷകാഹാരം കുറവുള്ള ആൾക്കാർക്ക് എല്ലാം വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സ്കീമിലുള്ള സാധനമാണ് അമൃതം പൊടി എന്ന് പറയുമ്പോഴത്തേക്കും. നിങ്ങളിപ്പോൾ അംഗൻവാടിയിൽ പോണ കുട്ടികൾക്ക് അമൃതം പൊടി കഴിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അമൃതം പൊടി കിട്ടും അവർക്ക്. വളർച്ച കുറവുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ അണ്ടർ 14 ആ റേഞ്ചിലൊക്കെ ഉള്ള കുട്ടികൾക്ക് പോഷകാഹാര കുറവുണ്ടെങ്കിൽ അവർക്ക് അമൃതം പൊടി അംഗൻവാടിയിൽ വിതരണം ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിലെല്ലാം കൂടുതലായിട്ട് ഈ മില്ലറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. എന്താ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, പണ്ട് നമ്മൾ ചോറും ഗോതമ്പെല്ലാം നമ്മൾ കഴിച്ചിട്ട് മറ്റുള്ള പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട മറ്റ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് സ്റ്റഡി വന്നു, കേരളത്തിൽ ആൾക്കാരുടെ ചോറിൻ്റെ ഉപയോഗം വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ്. ചോറിൻ്റെ ഉപയോഗം കുറഞ്ഞു, അല്ലെങ്കിൽ അരിയുടെ ഉപയോഗം കുറഞ്ഞു വരുന്നു. ഉറപ്പായിട്ടും കുറയും. കേരളത്തിന് മാത്രമല്ല ലോകമൊട്ടാകെ. നമ്മൾ മാത്രമേ ഉള്ളൂ ഇത്രയും ചോറ് ഇങ്ങോട്ട് അല്ലെങ്കിൽ നീട്ടി വെച്ചിട്ട് 4, 3, 7 കറി ചോറ് കഴിക്കാൻ വേണ്ടി നമ്മൾ ആ ചോറിന് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ആഡ് ചെയ്ത് ഇങ്ങനെ കഴിച്ച് വയറ് വെപ്പിക്കുകയും കുമ്പ ഇങ്ങനെ പെരുക്കി നടക്കുന്ന ആൾക്കാർ നമ്മൾ മാത്രമേ ഉള്ളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളിലും കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ആഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ രുചിക്ക് വേണ്ടി അല്ലാതെ ആഹാരം കഴിക്കുന്ന ആൾക്കാരാണുള്ളത്. രുചിക്ക് വേണ്ടി മാത്രം ആഹാരം കഴിക്കുന്നവർ പൊണ്ണത്തടി മൂലം കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആരോഗ്യം ശരീരത്തിന് വേണ്ടത് എന്താണെന്ന് മനസ്സിലായി കഴിക്കാം. നോക്കൂ, വളരെയധികം പ്രാധാന്യമുണ്ട് മില്ലറ്റ്സിന്. നോക്കുക, പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് അല്ലേ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ തിനയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ പണ്ടല്ലേ, ഇപ്പോൾ ഇനിയിപ്പോൾ ഡിസംബർ കാലയളവാണ്. ഡിസംബറൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുൽക്കൂടുണ്ടാക്കിയിട്ട് നമ്മൾ തിന വാങ്ങിയിട്ട് അവിടെ നിന്ന് വിതറിയിട്ട് ആ പുൽക്കൂടിൻ്റെ ചുറ്റായൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് അവിടെ നല്ല പച്ചപ്പ് ഇങ്ങനെ പൊളിച്ചു വരും അല്ലേ, പുല്ല് ഇങ്ങനെ പൊടിച്ചു വരും തിന അല്ലേ. ഓക്കെ, പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻസ് അതിനകത്തുണ്ട്. പ്രോട്ടീൻ കൂടുതലാണ് മറ്റുള്ള ധാന്യങ്ങളെ അപേക്ഷിച്ച്. പൊതുവേ ധാന്യങ്ങളിൽ എന്താ ഉള്ളത്, കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അന്നജങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഈ ചെറുധാന്യങ്ങളിൽ നമ്മുടെ റാഗി പോലുള്ള ധാന്യങ്ങളിലൊക്കെ എന്താണ്, പ്രോട്ടീൻ കൂടുതലാണ്, വൈറ്റമിൻസ് കൂടുതലാണ്, കൂടുതൽ ധാതു ലവണങ്ങൾ എന്നിവയെല്ലാം മില്ലറ്റ്സിലുണ്ട്. അതുപോലെ ഇവ കൂടുതൽ നാരുകളാൽ സമ്പന്നമാണ്. നാരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എന്തിലുമുണ്ട്, അരിയിലുമുണ്ട്, ഗോതമ്പിലുണ്ട്. പക്ഷേ ഈ നാരിനെല്ലാം നമ്മൾ നീക്കം ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുക അല്ലേ. അരി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും കാണോ, തവിടിൽ നാരുണ്ട്, ഒന്നും കാണില്ല. അത് മൊത്തം പോളിഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ എന്താണ്, പ്രോട്ടീനുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ധാതു ലവണങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ചോദിക്കാം, എന്തുകൊണ്ടാണ് മില്ലറ്റ്സ് ഇപ്പോൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവയിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്. എന്തിനപേക്ഷിച്ച്, മറ്റുള്ള വലിയ ധാന്യങ്ങളെ അപേക്ഷിച്ച് അല്ലേ, കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, ധാതു ലവണങ്ങൾ എന്നിവയെല്ലാം ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് മക്കളെ ഉള്ളത്, പ്രോട്ടീൻ കൂടുതലാണ്. പ്രോട്ടീൻ ചോറിൽ പ്രോട്ടീൻ ഉണ്ടോ, കുറച്ച് അമീനോ ആസിഡ്സ് ഒക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ പ്രോട്ടീൻ വളരെ കുറവാണ്, വളരെ നെഗ്ലിജിബിൾ എന്ന് പറയാം. വൈറ്റമിൻ അതുപോലെ ധാതു ലവണങ്ങൾ എന്നിവ എവിടെയുണ്ട്, ഈ പറഞ്ഞ മില്ലറ്റ്സിലുണ്ട്. മാത്രമല്ല അവ എന്തിലാണ്, നമ്മുടെ നാരുകളാൽ സമ്പന്നമാണ്. ഇത് ദഹന പ്രക്രിയയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. പണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കുള്ള ആഹാരമായിട്ട് നമ്മൾ കൊടുത്തിരുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ പോഷക മൂല്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിച്ച് വരുന്നു അല്ലേ. ഓക്കെ, റാഗി ഉണ്ട്. ഇതിൻ്റെ ഉദാഹരണം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. റാഗി ഇസ് എ മില്ലറ്റ്. നമ്മുടെ കൂവരക്, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പല സ്ഥലത്തും പറയും. ബജറ ഇസ് എ മില്ലറ്റ്. തിന ഒരു മില്ലറ്റാണ്. ചോളം ഒരു മില്ലറ്റാണ്. ചാമയരി ഒരു മില്ലറ്റാണ്. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട മില്ലറ്റ്. 1, 2, 3, 4, 5 മില്ലറ്റിനെ കുറിച്ച് കൃത്യമായിട്ടിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ മില്ലറ്റ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, തിരയുണ്ട്, വരക്, സമയി, കമ്പ്, റാഗി, കുതിരവല്ലി, ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഇതിവിടെ 5 കൂടുതൽ കൊടുത്തിട്ടുണ്ട്, 6 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഹിന്ദി പേരാ കൊടുത്തേനെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ SCERT മൊത്തം 5 മില്ലറ്റിൻ്റെ പേര് റാഗി പറഞ്ഞിട്ടുണ്ട്, ബജ്ര തന്നിട്ടുണ്ട്, തിന തന്നിട്ടുണ്ട്, ചോളം തന്നിട്ടുണ്ട്, ചാമ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ അധിക വായനയ്ക്ക് എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് നോക്കിയിട്ട് പോയേക്കുക. കഴിഞ്ഞ ജോഗ്രഫിയിൽ ഏറ്റവും റീസെൻ്റായിട്ട് വന്ന ഡിഗ്രി മെയിൻസ് പരീക്ഷയിൽ വന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാകും. എന്താണ്, കുതിര അക്ഷാംശം, ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. NCERT കാറ്റുകളെക്കുറിച്ചും അല്ലെങ്കിൽ പറഞ്ഞ ഈ വാദങ്ങളെക്കുറിച്ചോ പഠിക്കുന്ന ഒരു ചാപ്റ്ററിലും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അത് പണ്ടത്തെ SCERT പോയിന്റ് ആയിരുന്നു. പണ്ടത്തെ SCERT അധിക വായനയ്ക്ക് നമ്മൾ കൊടുത്തൊരു പോയിന്റ് ക്വസ്റ്റ്യൻ വെച്ച് കുതിര അക്ഷാംശം, ആ പേരില്ല, മനസ്സിലാക്കണം. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ അധിക
ഉച്ചവായനയ്ക്ക് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് പോവുക. അവിടെ നിന്നൊരു ചോദ്യം ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോട്ടീൻ, വൈറ്റമിൻ, ധാതു ലവണങ്ങൾ എവിടെ എന്തിലുണ്ട്? നാരുകളും എന്തിലുണ്ട്? കൂടുതലായിട്ട് എന്തിലുണ്ട്? ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ പോഷകമൂല്യം മനസ്സിലാക്കി നമ്മളത് ഉപയോഗിച്ച് വരുന്നു. അതിനോടൊപ്പം പ്രധാനപ്പെട്ട മില്ലറ്റ്സ് ഏതൊക്കെയാണ് മക്കളെ? റാഗിയുണ്ട്, ബജ്രയുണ്ട്, തിനയുണ്ട്, ചോളമുണ്ട്, ചാമയുണ്ട്. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിനടുത്ത് പ്രോട്ടീനുണ്ട് പഠിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. അപ്പോൾ ഈ നിമിഷം വരെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ സീരിയസ് കാൻഡിഡേറ്റ്സ് ആണ്, ഐ നോ ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കാണില്ല, നിങ്ങൾ വിട്ടുപോയതിനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ക്ലാസ്സിൽ വരുത്തേണ്ടുന്ന വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ആ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അടുത്ത ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞു തരിക. അതുപോലെ വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നന്നാക്കി എടുക്കാൻ പറ്റും. കണ്ടന്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അപ്പം ക്യൂറേറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും നീളം വേണ്ടേ, വലിച്ച് നീട്ടണോ വേണ്ടേ, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് SCRT ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡിൽ എടുക്കുന്നതാണ്. അപ്പോൾ അതിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, പ്രോട്ടീൻ ഒന്നും ചെയ്യാൻ മോൻ ഇപ്പോൾ ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ നോക്കി, കുട്ടിക്ക് നല്ല വളച്ചക്കറവുണ്ട്, പോഷകാഹാരം കൊടുക്കണം, നല്ല സിനിമ പറയുന്ന കണക്ക്. മുട്ട, ചെറുപയർ, നിലകടല, അതുപോലെ മത്സ്യം, പാൽ തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഡോക്ടർ അടിയുറവല്ലേ? ഇതിനെല്ലാം നല്ല വില അല്ലയോ? നമുക്കിത് ചോറ് വിത്തുപോലെ കഞ്ഞിയും അല്ലെങ്കിൽ ഇത് ചമ്മന്തിയും കൊടുത്ത് വിട്ടാൽ പോരെ? അവനെ പോരാ അല്ലേ? നോക്കാം എടാ, ഇതിനൊക്കെ മാംസ്യം അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങൾക്കും താരതമ്യേന വില കൂടുതലാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെ അമ്മമാരൊക്കെ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്താണ് ഈ സാധനമൊക്കെ വാങ്ങിച്ച് മേക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ അച്ഛനും അമ്മയ്ക്കും ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെ അവരിത് പറഞ്ഞു കൊടുത്ത് നമുക്കറിയില്ല. ചിലപ്പോൾ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും മീൻ വാങ്ങാത്തൊരു ദിവസം ഉണ്ടാവില്ല. അതിന് അതിൻ്റെതായ ഗുണങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും മീനുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ഓൺ ചെയ്തൊക്കെ പണ്ട് ആൾക്കാർ വളർന്നു വന്നു എന്നുള്ളതാണല്ലേ. ഓക്കെ, പ്രോട്ടീൻ എന്താണെന്നോ, കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിൻ കിട്ടാൻ വേണ്ടി പച്ചക്കറിയൊക്കെ കഴിക്കണമെന്ന് എല്ലാവരും പറയും. വിറ്റാമിൻ എന്നൊക്കെ പറയും. വാട്ടവൻ നമ്മൾ പ്രോട്ടീനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. നോക്കാം, കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞ് ശ്രദ്ധിച്ചില്ലേ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഒറ്റ കാരണം നമുക്കറിയാം. എന്താണ്? ഈ പറഞ്ഞ സാധനങ്ങളിലാണ് പ്രോട്ടീൻ ഉള്ളത് അല്ലേ? പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മാംസ്യം നമ്മുടെ മാംസ നിർമ്മാണത്തിന് മാംസ്യം ആവശ്യമാണ്. വളർച്ച ഉണ്ടാകാൻ നമുക്കത് ആവശ്യമാണ്. ക്ഷീണം കുറയാൻ നമുക്കത് ആവശ്യമാണ്. അപ്പോൾ വളർച്ച കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം? മാംസ്യം കഴിക്കണം. നമ്മുടെ ശരീരം വളരണമെങ്കിൽ മാംസ്യം കഴിക്കണം, പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ ഷേക്കൊക്കെ ആൾക്കാർ കുടിക്കാണ്ടില്ലേ ജിമ്മിലൊക്കെ പോയിട്ട് അടിച്ച് വരുക്കാൻ വേണ്ടിയിട്ട്? യെസ്, അവിടെ എന്താണ്? അവിടെ മാംസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം? മാംസ്യം കഴിച്ചു കൊടുത്തേ പറ്റൂ. വേറെ നിവൃത്തി അല്ലെങ്കിൽ മാംസ്യം കുത്തിവെക്കാൻ പറ്റും. ചുമ്മാ തമാശ പറഞ്ഞാൽ കുത്തിവെക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നോക്കാം. സ്കൂൾ ആരോഗ്യക്ലബ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ നോക്കാം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. ഡയറ്റീഷ്യൻ പറയാണ്, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആഹാര പദാർത്ഥമാണ് പ്രോട്ടീൻ. എന്തൊക്കെയാണ്? പേശികൾ, മസിൽസ്, തലമുടി വളരണമെന്നൊരു പുതിയ സാധനം ഉണ്ടായവരല്ലേ, ത്വക്ക് അല്ലേ, എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മുടി വേണമെങ്കിൽ പോയി പ്രോട്ടീനുള്ള ആഹാരം കഴിച്ചോ. എന്തൊക്കെ പ്രോട്ടീനുള്ള ആഹാരങ്ങൾ? ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ എന്താണ്? ഇത് ബ്രോക്കോളി ഈസ് എ പ്രോട്ടീൻ റിച്ച് തിങ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഇത് പ്രോട്ടീൻ റിച്ച് ആണ്. ലൈക്ക് അപ്പോൾ നമ്മുടെ ഓട്സ് റോൾഡ് ഓട്സ് പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ ഒക്കെ അല്ലേ. പിന്നെ ബാക്കി ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് കിട്ടുന്നത് എന്താണ്? നമുക്ക് മാംസത്തിൽ നിന്നും അതുപോലെ പാലിൽ നിന്നും മുട്ടയിൽ നിന്നാണ് കിട്ടുക. മുട്ടയാണ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ, മുട്ടയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ഓക്കെ, ഇവ കൂടാതെ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കൂ എടാ, ഊർജ്ജം തരാനും പ്രോട്ടീന് കഴിയും. എടാ, ഇത് ആക്ച്വലി കോശവർക്ക് എന്ന് പറയും പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ എന്ന് പറയും. PEM എന്താണ്? പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻ. നമ്മുടെ ഈ പറഞ്ഞ അതിദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന രണ്ട് അസുഖങ്ങൾ, കോശയോർക്കറും മരാസ്മസും. അതായത് എനർജിക്ക് വേണ്ടിയിട്ട് ശരീരത്തിലുള്ള സെല്ലുകളെ നശിപ്പിച്ചിട്ട് എന്തായാലും ആ കുട്ടിക്ക് ആഹാരം കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ് അല്ലേ? ആഹാരത്തിന് എന്ത് കിട്ടുന്നില്ല? ചിലപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ പേശികളുണ്ടല്ലോ, ആ പേശികളെ സെൽഫ് ഡിസ്ട്രക്ട് ചെയ്ത് സ്വയം നശിപ്പിച്ചിട്ട് അത് ഊർജ്ജമാക്കി ഉപയോഗിച്ചത് അതിൻ്റെ ബ്രെയിൻ എന്തായാലും പ്രവർത്തിക്കുന്ന ഊർജ്ജം ആവശ്യമാണ്. ആ ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ ഉണങ്ങി ഒട്ടം തിരിഞ്ഞു പോകണം, വയറ് മാത്രം കാണും. ഓക്കെ, അപ്പോൾ എന്താണ്? ഊർജ്ജവും പ്രദാനം ചെയ്യുന്നുണ്ട്. എന്ത്? പ്രോട്ടീൻ. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കും, രണ്ട് നമ്മുടെ ഊർജ്ജം എടുക്കാൻ വേണ്ടിയിട്ടും അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ അല്ലെ. ഈ രണ്ട് കാര്യം മറന്നു പോകരുത്.
കോഷിയോർക്കും മരാസ്മസ്. ഈ രണ്ട് ബാധിച്ച കുട്ടികൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാറില്ല. രണ്ടുപേരും ഇണങ്ങി വലിയ ഒട്ടം തിരിഞ്ഞിരിക്കാറുണ്ട്. ഓക്കെ, എന്താണ് കോഷിയോർക്കറും മരാസ്മസും? എന്താണ് കോഷിയോർക്കറും മരാസ്മസും? കോഷിയോർക്കർ ബാധിച്ച കുട്ടിയിരിക്കുന്നത് കണ്ടോ? ഓക്കെ, കോഷിയോർക്കറും മരാസ്മസും പ്രോട്ടീൻ്റെ പ്രധാനപ്പെട്ട പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണിത്, കോഷിയോർക്കറും മരാസ്മസും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറ്റീഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യണം. പ്രോട്ടീൻ ആണെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ചിത്രം താഴ്ത്തുന്നില്ല, അവ തിരിച്ചറിഞ്ഞെഴുതുക. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ഒന്ന് നമ്മുടെ മനുഷ്യ ശരീരത്തിന് വളർച്ച, അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകൾ നിർമ്മിക്കുക, അല്ലേ? ഉദാഹരണം കണ്ണുനീരിൻ്റെ ഭാഗം ലൈസോസൈമുകൾ, അതുപോലെ നമ്മുടെ നമ്മുടെ ത്വക്കിൻ്റെ നിർമ്മിതി, നമ്മുടെ മുടിയുടെ ആരോഗ്യം, അതുപോലെ എല്ലാ ശരീരത്തിലും പൊതുവേ നമ്മുടെ ഊർജ്ജം മാത്രമേ എന്ത് തരുന്നുള്ളൂ? ഫാറ്റ് തരുന്നുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് 99% കാര്യങ്ങൾക്ക് എന്ത് ആവശ്യമാണ്? പ്രോട്ടീൻ്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ ധർമ്മങ്ങളാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പ്രധാനമായിട്ടും കോഷിയോർക്കറും മരാസ്മസും പറഞ്ഞു. അതുപോലെ എന്താണ് താഴെ തന്നിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഇത് പച്ച നമ്മുടെ പയർ, അല്ലേ? പച്ചപ്പയർ, അതുപോലെ പനീർ എന്ന് പറയുമ്പോഴത്തേക്കും പാലിൽ നിന്ന് വേർതിരിച്ചെടുത്ത പാലിൻ്റെ കട്ടിയാണ്. ഓക്കെ, അത് ഹൈലി പ്രോട്ടീൻ റിച്ച് ആണ്. ഇനി കപ്പലണ്ടി ഇതാണല്ലേ, സോറി, ഇത് അണ്ടിപ്പരിപ്പ്, അല്ലേ? കാഷ്യൂസ്, മാംസം, മത്സ്യം, മുട്ട, പാല്. ഓക്കെ, ഇവയിൽ ഏതെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്? നിങ്ങൾ എന്ത് കഴിക്കുന്നുണ്ട്? ഐ ഡോണ്ട് നോ ദാറ്റ്. വാട്ട് എവർ നിങ്ങൾ കഴിക്കണം, അവയെല്ലാം കഴിക്കേണ്ടതാണ് കേട്ടോ. ചർച്ച ചെയ്യണം. നിങ്ങൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരുണ്ടാകുമല്ലോ, ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുറച്ചധികം പേര്. അപ്പോൾ ഐ എം നോൺ വെജ്, സോറി ഐ എം പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയാറുണ്ട്. ആ പ്യുവർ വെജിറ്റേറിയൻ ആൾക്കാർക്ക് വേണമെങ്കിൽ എന്താ കഴിക്കാം? പാലും പനീറും കഴിച്ചാണ് നമുക്ക് ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ നികത്താവുന്നതാണ്. അതിനോടൊപ്പം ഈ സാധനങ്ങളെല്ലാം കഴിക്കാം. ഇവിടെ ഈ സാധനങ്ങൾ ഒഴിവാക്കാം. ചില ആൾക്കാരുണ്ട് എഗിറ്റേറിയൻസ് ഉണ്ട്, എഗ്ഗുകളൊക്കെ കഴിക്കും, ബാക്കിയുള്ള മത്സ്യമോ മാംസമോ കഴിക്കില്ല. അത് ഓക്കെ. എന്തായാലും നമ്മൾ മാംസ്യം കഴിക്കുമ്പോഴത്തേക്കും മേക്ക് ഷുവർ യു ആർ ഗെറ്റിംഗ് പ്രോട്ടീൻ ഇനഫ് ഫ്രം ആനിമൽ സോഴ്സ് എന്നുള്ള പ്രോട്ടീൻ കിട്ടുന്നു എന്ന് ഉറപ്പാക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് പനീർ അതുപോലെ പാല് നിർബന്ധമായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയുള്ള ആൾക്കാർ വെജിറ്റേറിയൻ ആൾക്കാർ ഇത് രണ്ടും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല വ്യത്യസ്തമായിട്ടുള്ള അമൈനോ ആസിഡുകളുടെയും കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ലൈസീൻ ആൻഡ് മെത്തിയോണി എന്ന് പറഞ്ഞ രണ്ട് സാധനത്തിനാണ് പ്രശ്നം വരുന്നത് കേട്ടോ. പൊതുവേ നമുക്ക് ഇതിനകത്ത് ഇല്ലാത്തത് ഏതാണ്? നമ്മുടെ ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. ഏതാണ്? നമ്മുടെ കപ്പലണ്ടിക്കകത്ത് പ്രോട്ടീൻ ഉണ്ട്, പയറിനകത്ത് പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ അണ്ടിപ്പരിപ്പിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ എന്താണ് ഈ ചിത്രത്തിലുള്ള ചില എസെൻഷ്യൽ അമിനോ ആസിഡുകൾ അവിടെ മിസ്സിംഗ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പനീറും പാലും കൃത്യമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. ഇഷ്ടമാതിരി ഉണ്ടല്ലേ. സോയ ചങ്ക്സ് നല്ലൊരു സോഴ്സ് ആണല്ലേ. അതുപോലെ സോയാബീൻ ആവട്ടെ, മറ്റുള്ള ഏത് കടല അല്ലേ, നമ്മുടെ പച്ചക്കടല, വെള്ളക്കടല, അതുപോലെ നിലക്കടല, അതുപോലെ പിന്നെ എന്താ കറുത്ത കടലയുണ്ട് അല്ലേ. ഇതെല്ലാം നമുക്ക് എന്താണ് പ്രോട്ടീൻ്റെ വളരെ നല്ലൊരു സോഴ്സായിട്ട് പ്രവർത്തിക്കുന്ന സംഗതികളാണ്. നമ്മുടെ പോഷകങ്ങളെ കുറിച്ച് എന്ന് പഠിച്ചത്. അപ്പോൾ ഇനി 2-3 പോഷകങ്ങളുണ്ട്. അതുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ചാപ്റ്റർ കഴിയും. ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ NCERT ചാപ്റ്ററുകളും SCERT ചാപ്റ്ററുകളും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സൗജന്യമായി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എന്ത് ചെയ്യണം? നിങ്ങളെ കൂട്ടുകാർക്ക് സജസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ പഠിച്ച് ജോലി മേടിക്കുക. ഇത്രയാണ് നമുക്ക് ആഗ്രഹവും ആവശ്യം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു.